സ്തുതിച്ചോണം, ഭൂമിയിലും സ്തുതിച്ചോണം. സ്വർഗത്തിലും ഭൂമിയിലും അത് ഒരുപോലെ സ്തുതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇടതടവില്ലാതെ യാതൊരു ബ്രേക്കുമില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ. സ്തുതിപ്പാനായിട്ട് ദൈവത്തിന് ദൂതന്മാരുടെ ഒരു വലിയ സഞ്ചയം തന്നെ അവിടെയുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്ന ഗ്രൂപ്പ്, അവർക്ക് വിശ്രമമില്ല. വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വിശ്രമം കൂടാതെ ദൈവസന്നിധിയിൽ സ്തുതിക്കുന്ന ദൂതന്മാർ. അങ്ങനെയെങ്കിൽ ഭൂമിയിലും ദൈവത്തിൻ്റെ സ്തുതി ഉയരണം. ഭൂമിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവമാക്കിയത് നമ്മളെ ഓരോരുത്തരെയുമാണ്. ഞാനൊന്നിട്ട് പറഞ്ഞോട്ടെ, ദൂതൻ തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാറുണ്ടോ? സ്തുതിക്കാൻ ഒത്തിരി വകയുണ്ട് നമുക്ക്. ഓരോരുത്തരോട് ചോദിച്ചാൽ സ്തുതിക്കാതിരിക്കാൻ എന്തോ ഉള്ളത്? സ്തുതിക്കാൻ എന്തെല്ലാം ഉണ്ട്? ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സുബോധത്തോടെ, പരസഹായം കൂടാതെ കാലൂന്നി നിൽക്കാൻ കഴിയുന്നെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. കർത്താവ് എൻ്റെ കഴിവ് കൊണ്ടല്ല. നമ്മൾ ഓർക്കണം, നമ്മുടെ സമപ്രായക്കാർ പലരും കിടക്കയിൽ കിടക്കുമ്പോൾ നമുക്ക് ദൈവം ഈ ആരോഗ്യം തന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ സ്തുതിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്തുതി കരയറ്റാൻ നമ്മൾ മറക്കരുത്. വീണ്ടും പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും ദൈവം സ്തുതി പ്രതീക്ഷിക്കുമ്പോൾ സ്വർഗത്തിൽ സ്തുതി ഉയരുന്നുണ്ട്, ഭൂമിയിൽ നമ്മളിൽ നിന്ന് സ്തുതി ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ദൈവമക്കളെ, നമുക്കതിന് കഴിയട്ടെ. ഈ സങ്കീർത്തനത്തിന് വേഗത്തിൽ 1-2 ചിന്തകളിലേക്ക് പ്രവേശിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ട, അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഭൂമിക്ക് മീതെ ഉള്ള സകലതും ദൈവത്തെ സ്തുതിക്കുന്നു. അതിലൊന്നാണ് സ്വർഗം. സ്വർഗത്തിൽ സ്വർഗവാസികൾ സ്തുതിക്കുന്നു. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, സൂര്യചന്ദ്രന്മാർ, പ്രകാശമുള്ള നക്ഷത്രങ്ങൾ, സ്വർഗാതിസ്വർഗം, ആകാശത്തിന് മീതെയുള്ള വെള്ളം, ഇവയൊക്കെ ദൈവത്തെ സ്തുതിക്കണം. ഇനിയും 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്, ഭൂമിയിലുള്ളതും ദൈവത്തെ സ്തുതിക്കണം. താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒരു വാക്യം മാത്രം ഞാൻ ഓർപ്പിക്കാം. 7-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പം ഭൂമിയിൽ നിന്നും സ്തുതി പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ഓൾറെഡി സ്തുതിയുണ്ട്, ഭൂമിയിൽ നിന്നും ദൈവം സ്തുതി പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്തുതിക്കാൻ കഴിയണം. അപ്പോൾ ന്യായമായ ചില ചോദ്യങ്ങൾ, ചിന്തകളൊക്കെ മനസ്സിലോട് കയറി വരാം. മൃഗങ്ങൾ എങ്ങനെയാണ് സ്തുതിക്കുന്നത്? എന്തായാലും വേദോത്സവം പറയുന്നുണ്ട് മൃഗം സ്തുതിക്കുന്നു. നമുക്കറിഞ്ഞുകൂടാ, അതേതോ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, മൃഗങ്ങളും സകല സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യോന ദൈവകൽപ്പന ലംഘിച്ച് തർശീസിലേക്ക്, നിനവേക്ക് പോകേണ്ടവൻ തർശീസിലേക്ക് പോയപ്പോൾ ദൈവം കൽപ്പിച്ചൊരു തിമിംഗലത്തെ ആക്കി. അപ്പം തിമിംഗലം എന്ത് ചെയ്തു? ദൈവത്തെ നിനവയിലെത്തി. നമുക്ക് അവിടെ ആ ഭാവം കാണുന്നുണ്ട്. ഒരു മരം ഇവന് തണലിന് വേണ്ടി ദൈവം ഒരുക്കി കൊടുത്തു. അവിടെ ചെന്ന് വെച്ച് വലിയ ആളായി, ദൈവത്തോട് കയറി ചൂടായി. ദൈവം ഒരു പുഴുവിനോട് പറഞ്ഞു, ഒന്ന് കുത്തിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പുഴു എന്തോ ചെയ്തു? ആ ഉണക്ക് കുത്തിക്കളഞ്ഞു, അത് ഉണങ്ങിപ്പോയി. അങ്ങനെയെങ്കിൽ മൃഗങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും. അങ്ങനെയെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, നമ്മുടെയൊക്കെ അവരുടെ ആരാധനയുടെ ഭാഷ അറിയത്തില്ലെങ്കിലും സകല മൃഗജാലങ്ങളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പഴയ കാലങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട ഒരമ്മച്ചി ഒരിക്കൽ ഒരു കോഴി, അന്നൊക്കെ വീടുകളിൽ കോഴിയെ വളർത്തുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തി വന്നപ്പോൾ ഒരു കലത്തിനകത്തോ ചട്ടിക്കകത്തോ എന്തോ വെള്ളം വെച്ചിരുന്നു. ഒരു കോഴിക്കുഞ്ഞ് വെള്ളം കുടിച്ചു നേരെ തല പൊക്കി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ കണ്ടോ? ആ കോഴിക്കുഞ്ഞ് എന്തോ ചെയ്യുക? ദൈവത്തിന് നന്ദി പറയുക. മോനും ദൈവത്തിന് നന്ദി പറയണം. ഒരുപക്ഷെ അതിൻ്റെ ശാസ്ത്രം എന്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മൃഗങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും മടി കാണിക്കുന്ന ആരാ? മനുഷ്യനാ. ഞാൻ എന്തൊക്കെയോ എനിക്ക് സ്തോത്രം ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല, കാര്യമെല്ലാം നടക്കുന്നുണ്ടല്ലോ. എൻ്റെ സ്തോത്രം കൊണ്ടല്ല കാര്യം നടക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവം എന്നെ അങ്ങ് നടത്തുക. ഞാൻ സ്തോത്രം ചെയ്ത് കാര്യം നേടുകയല്ല, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നടത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് വേണം, കർത്താവേ, ഭൂമിയിൽ നിന്ന് ദൈവം സ്തുതി പ്രതീക്ഷിക്കുന്നെങ്കിൽ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് അങ്ങയെ സ്തുതിപ്പാനാ. ആ സ്തുതിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധയെ കൊണ്ടിട്ടുണ്ടെന്ന് എൻ്റെ വാക്കുകൾ അവസാനം 2-3 വാക്യങ്ങൾ ദൈവമക്കൾ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാരംഭത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
മതി. അവിടെ വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം സൃഷ്ടിച്ച് ഉണ്ടാക്കിയതാകയാൽ സകല സൃഷ്ടി അവൻ കൽപ്പിച്ചിട്ട് സകല അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ, അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ കാരണം നമ്പർ 1 എന്താ? ദൈവം കൽപ്പിച്ചിട്ട്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നത്. നമ്മളെന്ന് ഭൂമിയിൽ വരണമെന്ന് ദൈവം നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ തീരുമാനം, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ, ആ കൂട്ടത്തിൽ അവ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ഉൾപ്പെടുത്തുമ്പോൾ കൂട്ടത്തിൽ പറ, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്തുതിച്ചേ മതിയാകത്തുള്ളൂ. അടുത്തത് 13-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചോളൂ. 13-ാം വാക്യം. മതി. രണ്ടാമത് ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന നാമമാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. തീർച്ചയായിട്ടും ദൈവമക്കൾ നമ്മൾ ഓർത്ത് നോക്കിയേ. എന്നെ ദൈവം സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം. 2, ദൈവത്തിൻ്റെ നാമം ഏറ്റവും വലിയ നാമമായതുകൊണ്ട് ആ നാമത്തെ സ്തുതിക്കണം. നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ നാമം ഉയർന്ന നാമമാണെങ്കിൽ ഈ നാമത്തെ സ്തുതിക്കുമ്പോൾ സ്തുതിക്കുന്നവർക്കൊരു അഭിമാനമാണ്. ചിലപ്പോഴൊക്കെ റോഡിലൂടെയൊക്കെ ചില ജാഥ പോകുന്നതൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിച്ച് കാണും. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈർക്കിൽ പാർട്ടികളെന്നൊക്കെ പറയും. കൂടി വന്നാൽ 10 പേര് കാണും, 15 പേര് കാണും. ഒരു കൊടിയും പിടിച്ചുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ട് പോകും. അടുത്ത ദിവസം 10,000 അണിനിരക്കുന്ന മറ്റൊരു ജാഥ പോകുന്നുവെന്ന് കരുതുക. അതിനകത്തും അണികളുണ്ട്, അവർ ജയ് വിളിക്കുന്നുണ്ട്. തലേ ദിവസം പോയ 10 പേരേക്കാൾ അഭിമാനം ആർക്കുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? പിറ്റേ ദിവസം പോയ 10,000-ങ്ങൾക്കുണ്ട്. കാരണം അവർ വലിയ പാർട്ടിയുടെ ആൾക്കാരാണ്. തലേ ദിവസം 10 പേര് ജയ് വിളിച്ചു പോയവർ ഞങ്ങൾ രാജവീതികൾ കീഴടക്കി എന്നൊക്കെ പറഞ്ഞ് ഇവർ പോകുമ്പോൾ അടുത്ത ദിവസത്തെ ഈ വലിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ അവർ നാണം കെടുക. ചേടാ, ഇന്നലെ അബദ്ധമായി പോയി, 10 എണ്ണമാണ് ഞങ്ങൾ നിന്ന് വിളിച്ചത്, അതുകൊണ്ട് ഇന്ന് കണ്ടോ 10,000-ങ്ങളാണ്. അപ്പോൾ ഇവരും ചിന്തിക്കും, ഈ 10,000-ങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഞങ്ങൾക്ക് ഇച്ചിരൂടെ അഭിമാനമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ആരുടെ നാമത്തെ ഉയർത്തുന്നത്? ചെറിയ ആളിൻ്റെ നാമത്തെ ഉയർത്തിയാൽ നിങ്ങൾക്ക് അപമാനമാണ്. അവൻ്റെ നാമം, ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉയർന്ന നാമത്തെ ഉയർത്താൻ ദൈവം എനിക്ക് അധികാരം തന്നെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ അഭിമാനത്തോട് വിളിച്ചു പറ, ഞാൻ ഉയർത്തുന്നത് വലിയ നാമത്തെയാ. ആ അഭിമാന ബോധമുള്ളവർ ഒരുമിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ ചെറിയ നാമത്തെ അല്ല ഉയർത്തുന്നത്, ഒരു വലിയ നാമത്തെ ഉയർത്താൻ എൻ്റെ ദൈവം എനിക്ക് അധികാരം തന്നിട്ടുണ്ടെങ്കിൽ, പദവി തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുന്നത് അപമാനമല്ല, അഭിമാനമാണ്. ആ ബോധ്യമുള്ളവർ അല്പസമയം ദൈവത്തിനൊന്ന് നന്ദി കരേറ്റിയാട്ട്. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മേലായ ആ നാമം ഇന്ന് പകൽ ഇവിടെ ഉയരട്ടെ. ഓ രക്തത്താൽ ജയം, ഹല്ലേലൂയ. ആ നാമത്തെ ഉയർത്തുവാൻ ദൈവം എൻ്റെ നാവിൽ അധികാരം തന്നിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം, ആ നാമത്തെ ഉയർത്താൻ ദൈവം നമുക്ക് അധികാരം തന്നു. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 2 ചിന്ത ഞാൻ ഓർപ്പിച്ചു. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. 2, ദൈവത്തിൻ്റെ നാമം സകല നാമത്തിനും ഉയർന്ന നാമമായതുകൊണ്ട് നമ്മളത് ആ നാമത്തെ സ്തുതിക്കണം. അടുത്തൊരു ചിന്തയിലേക്ക് ദൈവമക്കൾ ശ്രദ്ധ കൊണ്ടുവരണം. ഇത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് എൻ്റെ വാക്കുകൾ വേഗത്തിൽ അവസാനിപ്പിക്കാം. 14-ാം വാക്യം കൂടെ വായിച്ചോളൂ. ഇംഗ്ലീഷിലൂടെ verse 14 വായിച്ചോളൂ. And he has exalted the horn of his people, the praise of all his saints, of all the children of Israel, a people near to him. Praise the Lord. People ദൈവത്തോട് അടുത്തിരിക്കുന്ന, ഞാൻ വേഗത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, സ്തുതിക്കുന്നവർ അടുത്തിരിക്കണം.
എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചടുത്തിരുന്ന് സ്തുതിക്കണമെന്നല്ല ആ അർത്ഥം. അതും നല്ലതാണ്. സ്തുതിക്കുന്നവരൊക്കെ ചെതറിയിരുന്നാൽ നമ്മൾ പറയത്തില്ലേ, ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നടത്ത് പോയി ഇന്നാരുടെ അടുക്കലിരുന്നു, അവിടെ അവർ കൈയടിക്കത്ത് പോലുമില്ല, പിന്നെ ഞാനെങ്ങനെ? നിങ്ങളെ അവിടെ കൊണ്ട് ഇരുത്തിയത് അവരെ കൂടെ കൈയടിപ്പിക്കാനാണ്. നിങ്ങൾ ആത്മാവിൽ അങ്ങ് ആരാധിച്ചു. അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആരാന്നൊന്നും നോക്കണ്ട. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം കിട്ടിയാൽ ആത്മാവിൽ അങ്ങ് ആരാധിച്ചു. നമ്മുടെ ആരാധന മറ്റൊരാൾക്ക് പ്രേരണയാകണം. വേറൊരാളുടെ മൗനം നിങ്ങളെ പ്രേരിപ്പിക്കരുത്. പകരം നിങ്ങളുടെ ആ തീഷ്ണത മറ്റൊരാൾക്കൂടെ പ്രേരണ കൊടുക്കത്തക്കവണ്ണം ആകണം. ഓക്കെ, ഞാൻ പറഞ്ഞത് അവിടെ പറഞ്ഞ സ്തുതിക്കുന്നവർ അടുത്തിരിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച വാക്യം വളരെ വായിച്ചല്ലോ. 14 വാക്യം വായിക്കുന്നു, തന്നോട് അടുത്തിരിക്കുന്ന ജനം. മറ്റ് വാക്യങ്ങളിൽ, മുൻ വാക്യങ്ങളിൽ പറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം. കാരണം ദൈവം എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമം സകല നാമത്തിനും മേലായ നാമമായതുകൊണ്ട് എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ സ്തുതിക്കുമ്പോൾ തന്നെ സ്തുതിക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ ദൈവത്തോട് അടുത്തിരിക്കണം. സ്തുതിയുണ്ട്, സ്തോത്രമുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ആ സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രയോജനമില്ലാത്തതാണ്. അവിടെ ഞാൻ പിന്നീട് ആ ഭാഗത്തേക്ക് വരാം. സ്തുതിക്കേണ്ടവരുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. 12 വാക്യത്തിൽ യുവതികളും യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ, ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കാനായിട്ട് സകലർക്കും ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്, പദവി കൊടുത്തിട്ടുണ്ട്. ആരെയും ഒഴിച്ചു മാറ്റി നിർത്തിയിട്ടില്ല. പ്രായം ചെന്നുവെന്ന് കണ്ട് ചെറുപ്പത്തിൻ്റെ സൗണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ദൈവം തന്ന ആരോഗ്യത്തോട്, ശബ്ദത്തോട് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം സാവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്തുതിയിൽ നിന്ന് ആരും മാറി നിൽക്കരുത്. എന്നാൽ സ്തുതിക്കുന്നവൻ്റെ പ്രത്യേകത ഇവർ ദൈവത്തോട് അടുത്തിരിക്കണം. യെശയ്യാ പ്രവചനം 29 അധ്യായം എടുത്താട്ടെ, അതിൻ്റെ 13 വാക്യം വായിച്ചോളൂ. ആ മതി. ദൈവം യെശയ്യാവിലൂടെ ജനത്തോട് പറയുന്ന ഒരു ദൂതാണ് നമ്മളോട് വായിച്ചു കേട്ടത്. ഈ ജനം അടുത്തു വന്ന് വായ്കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ദൈവസന്നിധി വന്നിച്ച് ദൈവമേ അങ്ങേക്ക് സ്തുതി, സ്തോത്രം, മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പുറമെ ഒരാൾ നോക്കിയാൽ ആ വ്യക്തി എന്തോ ചെയ്യുക? സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. അടുത്ത വാക്കാം. എന്നാൽ ഹൃദയം എവിടില്ല? ദൈവസന്നിധിയിലില്ല. സ്തോത്രമുണ്ട്, അധരത്തിലുണ്ട്, ഹൃദയത്തിലില്ല. അതായത് ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിപ്പാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏകാഗ്ര ഹൃദയത്തോട് വേണം ദൈവത്തെ സ്തുതിപ്പാൻ. ഞാൻ സ്തോത്രം ചെയ്യുന്നു, ആലയത്തിലിരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം വീട്ടിൽ ചെന്നാൽ കൂട്ടത്തിൽ സ്തോത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു, എൻ്റെ മനസ്സ് ഭവനത്തിലാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയത്തിലാണ്. ഈ സ്തോത്രം ദൈവം പ്രസാദിക്കത്തില്ല. അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചോളൂ, അടുത്ത ഭാഗം കൂടെ വായിച്ചോളൂ. എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്നും അടുത്തത് അവിടെ പറയുന്ന വാചകം ശ്രദ്ധിച്ചല്ലോ. മനപ്പാടമാക്കിയ മാനുഷകൽപ്പന, ബൈ പ്രാക്ടീസ്. പല നാളുകൾ കൊണ്ട് നമുക്കൊക്കെ അറിയാതെ സ്തോത്ര സ്തുതിയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. ഏത് സാഹചര്യത്തിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ഓർത്തോണം, ഞാൻ സ്തോത്രം പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നാണോ എന്ന് ഞാൻ ശ്രദ്ധിച്ചോണം. എൻ്റെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണം. ഞാൻ വീട്ടിൽ പറയുന്നു, സ്തുതിക്കുന്നവർ അടുത്തിരിക്കണം. അകലത്തിലിരുന്നു കൊണ്ട്, എൻ്റെ ഹൃദയത്തെ അകലത്തിലാക്കിക്കൊണ്ട്, എൻ്റെ ഹൃദയത്തെ മറ്റെവിടെങ്കിലും മാറ്റിവെച്ചുകൊണ്ട്, എൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ എൻ്റെ ആദരത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രം ദൈവത്തിന് സ്വീകാര്യമല്ല. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനത്തോട് പറയുന്നൊരു വാക്ക്, ഈ വാക്ക് കോട്ട് ചെയ്ത് അല്ലെങ്കിൽ എടുത്തുദ്ധരിച്ചുകൊണ്ട് യേശു കർത്താവ് പറയുന്നൊരു വാക്കുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. മർക്കോസിന്റെ സുവിശേഷം
7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചോളൂ. ആ മതി. യേശു കർത്താവ് ആ ഭാഗം, അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അവർ കടന്നു പോയ വഴിയിൽ, അവിടെ വഴി വായിക്കുന്നുണ്ടല്ലോ, ഒന്നാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. ഒന്ന് വായിച്ചോ. ആ മതി. അവിടെ ആ ഭാഗത്ത് വായിക്കുമ്പോൾ യേശുവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് പോയ യാത്ര, യഹൂദന്മാർക്ക് ശുദ്ധീകരണം അവർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള ശുദ്ധീകരണത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ആന്തരിക ശുദ്ധീകരണത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല. നമുക്കറിയാമല്ലോ, അവരുടെ ശുദ്ധീകരണ നിയമപ്രകാരം വീടിൻ്റെ വാതിക്കൽ കൽപാത്രങ്ങൾ വയ്ക്കും. അതിനകത്ത് വെള്ളം കൊണ്ട് കൈകാലുകൾ കഴുകി ശുദ്ധീകരിച്ച് മാത്രമേ ഭവനത്തിൽ കയറത്തുള്ളൂ. ആ ഭാഗത്തെല്ലാം വിശദീകരിച്ച് ആ ഭാഗത്തെല്ലാം കാണുന്നുണ്ട്. ശുദ്ധീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ബാഹ്യ ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന യഹൂദന്മാർ ആന്തരിക ശുദ്ധീകരണം, ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം പ്രാധാന്യം കൊടുക്കാതെ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ വലിയ ഉപദേശം കൊടുക്കുന്നുണ്ട്, പക്ഷേ നിന്റെ ശിഷ്യന്മാർ യഹൂദൻ്റെ പ്രമാണം ലംഘിക്കുന്നു. യേശു അവരോട് പറഞ്ഞ വാക്കിൽ മാത്രം ഞാൻ ദൈവമക്കളെ കൊണ്ടിരിക്കുകയാണ്. 6-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്ക്, അവൻ അവരോട് മതി. ഞാൻ ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് മുന്നോട്ട് പോട്ടെ. അങ്ങനെയെങ്കിൽ അധരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച് ഹൃദയം ദൈവത്തിൽ നിന്ന് അകറ്റി വയ്ക്കുന്ന വ്യക്തിക്ക് യേശു കർത്താവ് കൊടുത്ത പേരെന്താ? കപട ഭക്തിക്കാർ. ഭക്തനെന്നല്ല, നമ്മളെന്തോ പേര് കൊടുക്കും അങ്ങനെയുള്ളവർക്ക്? ഭക്തരെന്ന് പറയും. ചില പ്രിയപ്പെട്ടവർ നല്ലതാ, അങ്ങനെ ഒന്ന് പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ പലരെ കണ്ടിട്ടുണ്ട്, വന്നിരിക്കുമ്പോഴേ മുട്ടയിരിക്കും, ആശീർവാദം പറയുന്നവരെ മുട്ടയിരിക്കും. ഭയങ്കര ബഹളമാണ്, ആരാധനയാണ്. പക്ഷെ പുറത്തിറങ്ങിയിട്ടും ബഹളം വയ്ക്കുന്ന ടൈപ്പുണ്ട്. അതരം കൊണ്ട് ഭയങ്കര സ്തോത്രം, പക്ഷെ ഹൃദയം എവിടെ? ഞാൻ പറഞ്ഞില്ല, ആ വ്യക്തിയെ യേശു കർത്താവ് വിളിച്ച ആ ഭാഗത്തേക്ക് മാത്രം വരാം. ഒന്നിരുന്ന് വായിക്കാം. 6-ാം വാക്യം. അല്ലല്ല, മർക്കോസ്. അങ്ങനെ 6-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. യഹൂദനെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പുറമേ ഭക്തിയുണ്ട്. നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചു. ആ ജനത്തെ നോക്കിക്കൊണ്ട് യഹൂദന്റെ പ്രമാണത്തെ അക്ഷരം പ്രതി മാറ്റാതെ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരീശന്മാരെന്നും ശാസ്ത്രിമാരെന്നും പറഞ്ഞ് ദൈവത്തിൻ്റെ ഏറ്റവും ക്ലോസ് ആൾക്കാരെന്ന് പറഞ്ഞവരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞ വാക്കാണ് ശ്രദ്ധിച്ചത്. കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത്. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. സ്തുതിക്കുന്ന വ്യക്തി ദൈവത്തോട് അടുത്തിരിക്കുന്ന വ്യക്തിയാകണം. സ്തുതിക്കുന്ന വ്യക്തി ഹൃദയം കൊണ്ട് ദൈവത്തോട് അകന്ന് നിന്നിട്ട് അധരം കൊണ്ട് ദൈവത്തോട് അടുത്തിരുന്നാൽ ദൈവത്തിനത് പ്രസാദമല്ല. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആവർത്തിച്ച ആ വാക്ക് ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. സ്തുതി ദൈവത്തിന് ഇഷ്ടമാണ്, സ്തുതിക്കുന്നവരെ ദൈവത്തിന് താല്പര്യമാണ്. സ്തുതിക്കുക എന്നുള്ളത് ദൈവം നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ സ്തുതിക്കുന്നവൻ ദൈവത്തോട് അടുത്തിരിക്കുന്നവരോടാകണം. കൃപ, ദൈവകൃപ. അല്ല എങ്കിൽ നമ്മുടെ പേര് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തരെന്നാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ കപട ഭക്തരെന്ന് വരും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ അധരം മാത്രമല്ല എൻ്റെ ഹൃദയവും അങ്ങയോടടുത്തിരിപ്പാൻ കൃപ തരണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും.
ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തയോടെ ഉറപ്പിച്ചെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമുക്കറിയാമല്ലോ നോഹയുടെ കാലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തന്നെ അറിയാം. മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് കണ്ട കാലം, ജനത്തെ ശിക്ഷിപ്പാൻ ദൈവം പദ്ധതിയിട്ട കാലം, അന്ന് ദൈവത്തോട് അടുത്തിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ വ്യക്തിയാണ് നോഹ. 6-ാം അധ്യായത്തിൽ വായിക്കേണ്ട ചരിത്രമൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ആ നോഹയെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രത്യേക പദം പറയുന്നുണ്ട്. നോഹ യഹോവയോട് കൂടെ നടന്നു. ദൈവത്തോട് അടുത്ത് നയിക്കുക, കൂടെ നടക്കുക. അതിൻ്റെ ഫലം നമുക്കറിയാമല്ലോ. ദൈവത്തോട് അടുത്തിരുന്നതിൻ്റെ നിമിത്തം തൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. യെസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ആ ഭാഗം ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ദൈവത്തോട് അടുത്തിരിക്കാമോ? ചില പ്രളയത്തിൻ്റെ നടുവിൽ, ചില ന്യായവിധിയുടെ നടുവിൽ, ചില കഷ്ടതയുടെ നടുവിൽ, ലോകം മുഴുവൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് അടുത്തിരിക്കുന്നവൻ്റെ കുടുംബത്തിന് രക്ഷയുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂത് ഞാൻ ആവർത്തിച്ചു പറയുന്നു. പ്രളയം വരട്ടെ, പ്രശ്നം വരട്ടെ, സകലർക്കും ബുദ്ധിമുട്ട് വരട്ടെ, എന്നാൽ നീ ദൈവത്തോട് അടുത്തിരിക്കാമോ? ദൈവത്തോട് കൂടെ നടക്കാമോ? നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ലോകത്താർക്കും ചിന്തിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, ഭാവനയിൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന് രക്ഷപ്പെടുത്താൻ പദ്ധതിയുണ്ട്. ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നോഹയെ പോലെ ദൈവത്തോട് അടുത്തിരിപ്പാനുള്ള കൃപ തരണമേ. ഞാൻ ഒന്ന് രണ്ട് ഭാഗം വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്കറിയാവുന്നതാണെങ്കിൽ ഒരു വാക്ക് ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യം. മതി. ഇനി ഇംഗ്ലീഷിലൂടെ വാക്യം വായിച്ചോളൂ. And Pharaoh said to his servants, "Can we find such a one as this man, in whom is the Spirit of God?" Then Pharaoh said to Joseph, "Inasmuch as God has shown you all this, there is no one as discerning and wise as you." മതി. ആ ഭാഗത്ത് ഒരു ചിത്രം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ജോസഫിനെ കണ്ടിട്ട് ഫറവോൻ പറഞ്ഞൊരു വാക്കാണ് നമ്മളോട് വായിച്ചു കേട്ടത്. ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. തൊട്ടുമുകളിലത്തെ വാക്യത്തിൽ ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? എങ്ങനെ ജോസഫ് ഈ നിലയിലെത്തി? നമ്മുടെ ചിന്ത ആവർത്തിക്കുന്നു. സ്തുതിച്ചവൻ അടുത്തിരുന്നു. ജോസഫ് എല്ലാ കുടുംബമൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരാ. നമുക്കറിയാമല്ലോ, ഇവർ കടന്ന ഇന്നത്തെല്ലാം യാഗപീഠമുണ്ട്. യാഗപീഠം ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ജോസഫിൻ്റെ ദർശനം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. ഒരു കുടുംബ പ്രാർത്ഥനയിലാകാം എല്ലാവരും കൂടെ കൂടിയിരുന്ന സമയത്ത്. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെങ്കിൽ ബാക്കി ഉള്ളവരെക്കാൾ ജോസഫിനൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തോട് അടുത്തിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സ്തുതിയും ആരാധനയും നല്ലത്, വേണ്ടെന്നല്ല, ആവശ്യം, അത്യാവശ്യം. അതിലും ഉപരി ദൈവം ആഗ്രഹിക്കുന്ന അടുത്തിരിക്കണമെന്ന്. ദൈവത്തോട് അടുത്തിരിക്കുന്നവന് നാട്ടുകാർക്ക് ചിലപ്പം പിടിച്ചെന്നിരിക്കത്തില്ല, സഹോദരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ജോസഫിനെ കുറിച്ച് സഹോദരന്മാർ പറഞ്ഞ കമൻറ്റ്, ഇവനെ എന്നത്തിന് കൊള്ളാം, 5 പൈസയുടെ പ്രയോജനമുണ്ടോ? നമുക്കറിയാമല്ലോ, പ്രായപൂർത്തിയായ ആ 10 സഹോദരന്മാർ ജോലി ചെയ്യുന്നവരാ, ആടിനെ തീറ്റുന്നവരാ, അവർ പൈസ ഉണ്ടാക്കുന്നവരാ. മറ്റൊരുത്തൻ ഇളയവൻ ബെന്യാമീൻ, അവൻ ഏറ്റവും ഇളയവൻ, അവൻ അതിനുള്ള പ്രായപൂർത്തിയായില്ല, പക്വതയായില്ല. പക്ഷെങ്കിൽ ഈ ജോസഫ് വീട് വിട്ടു പോകുന്നില്ല. ഈ സഹോദരന്മാർ അന്യോന്യവും ഒരു പക്ഷേ നേർക്കുനേരെയും ജോസഫിനോട് പറഞ്ഞു കാണും, എടാ നിന്നെ എന്നതിന് കൊള്ളാം, കണ്ണടച്ചാൽ വല്ല ദർശനം കാണാൻ കൊള്ളാം, നിന്നെ പാടാൻ കൊള്ളാം, പ്രാർത്ഥിക്കാൻ കൊള്ളാം, ഞങ്ങളെയൊക്കെ നോക്ക്, ഞങ്ങളൊക്കെ ഇറങ്ങിത്തിരിച്ച 10 പൈസ ഉണ്ടാക്കുന്നവരാ, ഞങ്ങൾ കൊള്ളാം, നിന്നെ എന്തിന് കൊള്ളാം. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. ഒരുപക്ഷെ അപ്പൻ്റെ മനസ്സിലും ഈ ചിന്ത വന്നു കാണും. അങ്ങനെയായിരിക്കാം അപ്പൻ തീരുമാനിച്ചു കാണും, ഇവൻ ഒരു പരുവമായി കഴിഞ്ഞാൽ എൻ്റെ മരണശേഷം ഇവൻ്റെ കാര്യം എന്താകും,
അങ്ങനെ ചിന്തിച്ചാകാം ഒരുപക്ഷെ ജോസഫിനെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടത്. മോനെ നീയും ഒന്ന് പോയി കണ്ടേച്ചൊക്കെ വാടാ. ഒരുപക്ഷെ അതാകാം ചിന്ത, അതാകണമെന്നില്ല, എൻ്റെ ഭാവനയെ കാണുകയാണ്. എന്തുവായാലും ഈ സഹോദരന്മാരുടെ മുമ്പിൽ ദൂരെ നിന്ന് വരുന്ന ജോസഫിനെ കണ്ടപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, അതാ വരുന്നു സ്വപ്നക്കാരൻ. അവർ പറഞ്ഞ അത്രേ ഉള്ളൂ, ഇവനെ അതിനെ കൊള്ളത്തുള്ളൂ, ഇവനെ പ്രാർത്ഥിക്കാനേ കൊള്ളത്തുള്ളൂ, ദൈവത്തോട് അടുത്തിരിക്കാനേ ഇവനെ കൊള്ളത്തുള്ളൂ, ഇവനെ മറ്റൊന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളിയവന് ഒരു രാജ്യത്തെ രാജാവ് വിളിക്കുന്ന വാക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ആ വാക്യം 38 ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ. പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഇതുപോലൊരുത്തനെ കിട്ടാനില്ല. അത് തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നത്. ആ കൊട്ടാരത്തിൽ ഇന്റർവ്യൂ നടത്തി രാജാവുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് മനസ്സിലായി ഈ പ്രശ്നത്തിന്റെ പരിഹാരം കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ജോസഫ് ആണെന്ന് രാജാവിന് മനസ്സിലായി. നമുക്കറിയാമല്ലോ, സ്വപ്നം വിവരിച്ചു, അർത്ഥം വിവരിച്ചു, പ്രശ്നത്തിന്റെ പരിഹാരവും വിവരിച്ചു കൊടുത്തപ്പോൾ രാജാവ് തൻ്റെ ചുറ്റും നിന്ന മന്ത്രിമാരോട് പറഞ്ഞു, ഇവനെ പോലെ മറ്റൊരുത്തനെ കണ്ടു കിട്ടുമോ? അടുത്ത വാക്യം കൂടെ വായിച്ചോളൂ. മതി, ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുക. സഹോദരന്മാരെന്തോ പറഞ്ഞ എന്നത്തിന് കൊള്ളാം, പക്ഷെ അടുത്തിരുന്നവന് ഒരു അധികാരി വിളിച്ച് പറഞ്ഞു, ഇവനെ പോലെ വേറൊരുത്തനില്ല. ഇന്ന് പകൽ ദൈവമക്കളെ അടുത്തിരിക്കാമോ? ദൈവത്തോടൊന്ന് അടുത്തിരിക്കാമോ? നിന്നെ കൊള്ളത്തില്ലെന്ന് വീട്ടുകാർ പറയട്ടെ, നാട്ടുകാർ പറയട്ടെ, സമൂഹം പറയട്ടെ, നിന്നെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ കൊള്ളാമെന്ന് ചില അധികാരികൾ പറയണമെങ്കിൽ നീ ദൈവത്തോടങ്ങ് അടുത്തിരുന്നാൽ മതി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ബോധ്യമുണ്ട്? സ്തുതിക്കുന്നവർ ദൈവത്തോട് അടുത്തിരിക്കാമെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. നിന്നെ നിന്ദിച്ചവർ കാണും, ദുഷിച്ചവർ കാണും, പഴിച്ചവർ കാണും, എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞവർ കാണും. അവരുടെ നടുവിൽ നിന്നെ പോലെ മറ്റൊരാളെ കിട്ടത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞ് നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി, ദൈവത്തോട് അങ്ങ് അടുത്തിരുന്നാൽ മതി. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം എന്നെ ദുഷിക്കും തോറും ആ ദുഷിപ്പ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ലോകത്തോട് ചേരാൻ പോകരുത്. യെസ്, ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. ലോകത്തിന് എന്തും കാണിക്കാം, ഏതറ്റം വരെയും പോകാം. എന്നാൽ അവരുടെ മുമ്പിൽ ഞാനും മോശമല്ലെന്നും പറഞ്ഞ് ഒരു ദൈവ പൈതൽ പോയാൽ നമുക്ക് പോകാവുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കൊന്നും പോകാൻ ഒക്കത്തില്ല. ഒന്നാമത്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധമായ ഒരു വിലക്കും, നീ ഒരു ദൈവ പൈതലാ, പോകല്ലേ. 2, പെട്ടെന്ന് നമ്മുടെ ചിന്ത വരും, യോ സഭക്കാർ വല്ലതും അറിഞ്ഞാലോ, നാട്ടുകാരറിഞ്ഞാലോ. അപ്പം നമുക്കൊരു പരിധിക്ക് അപ്പുറം ഒന്നും എന്ത് ചെയ്യാനൊക്കത്തില്ല. ലോകത്തിന് എവിടം വരെ വേണേലും പോവാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാ? ദൂഷിക്കും തോറും ദൈവത്തോടങ്ങ് അടുത്തിരുന്നു. ആൾക്കാർ ദുഷിച്ചോട്ടെ, ദുഷിക്കും തോറും പറ, ഞാൻ ദൈവത്തോടടുത്തിരും. ഞാൻ ഒന്നുകൂടെ പറയാം. ജോസഫിന് അത്രമാത്രം ഉയർച്ച കിട്ടിയത് തനിക്ക് വീട്ടിൽ സംസാരിക്കാൻ ആളില്ല. ഇനി സംസാരിച്ചില്ലടാ, നീ ഒന്നും ഉണ്ടായി, നീ ആത്മീയ കാര്യമല്ല, അത് വേറൊന്നും പറയത്തില്ല, ഞങ്ങൾക്കിവിടെ 100 കാര്യം പറയാനുണ്ട്. ഇവനെ അവിടെ വിലക്കും. പിന്നെ ഇവനോട് ഒറ്റ ആളേ ഉള്ളൂ സംസാരിക്കാൻ. ആരാ? ദൈവം. ദൈവസ്ഥലത്തിൽ പോയി ദൈവം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവത്തോട് അങ്ങ് അടുക്കാൻ തുടങ്ങി. പക്ഷെ കാലം കുറെ എടുത്തെങ്കിലും ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തോട് അടുത്തിരിക്കുന്നവനെ മാനിക്കുന്ന ഒരു സമയമുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ആ വചനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കൊണ്ടുവന്നു. രാജാവ് വിളിച്ചു പറയുകയാണ്, ഇവനെ പോലെ ഒരുത്തനെ കിട്ടാനില്ല. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മന്ത്രിമാരോട് പറഞ്ഞു, ഇവൻ മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറും മുമ്പ് ഇവനെ നമുക്ക് അപ്പോയിന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇവൻ കൈവിട്ടു പോയാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇവനാണ് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് നമുക്ക് തന്നത്. അതുകൊണ്ട് ഇവനെ നമുക്ക് കൂടെ നിർത്തണം. യെസ്, ഹല്ലേലൂയ. ജോസഫിന് ഇതങ്ങനെ കിട്ടി.
തൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ തൻ്റെ അറിവ് കൊണ്ടോ തൻ്റെ പാണ്ഡിത്യം കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തോട് അടുത്തിരുന്നവനെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയിട്ടു. ഇന്ന് പകൽക്കാലം വീണ്ടും ഞാൻ ആ ദൂത് ആവർത്തിച്ചു പറയുന്നു. നീ അടുത്തിരിക്കാമെങ്കിൽ പലരും നിന്നെ ദൂഷിച്ചെന്ന് വന്നേക്കാം, സാരമില്ല, അവരുടെ മുമ്പിൽ തന്നെ നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. കൃപ, ദൈവകൃപ. ഒരു ചിന്തയുടെ പറഞ്ഞതിൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദിൻ്റെ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ചരിത്രമൊക്കെ അറിയാവുന്ന ഞാൻ വാക്യങ്ങളൊന്നും വായിപ്പിക്കാതെ പെട്ടെന്ന് ഓടിപ്പോവുക. ഈ അഭിഷേക തൈലവും കൊണ്ട് ശൗമേൽ പ്രവാചകൻ അവിടെ വന്നപ്പോൾ 7 മക്കളും പ്രസന്റാണ്. ദാവീദ് അവിടെ ഇല്ല. ദാവീദ് എവിടാ? അപ്പൻ അമ്മ ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ, ഇത് ഞങ്ങളുടെ മോനാന്ന് പറയാൻ ഞങ്ങൾക്കൊരു നാണക്കേടാണ്. വേദോസത്തിലില്ലെങ്കിലും എൻ്റെ ഭാവനയിൽ ഞാൻ ആ ചിന്തകൾ ഒന്ന് വിശദീകരിക്കാം. ബാക്കി എല്ലാവരും നല്ല തടിമുടുക്കുള്ളവരാ, നല്ല സൈസാണ്. അതുകൊണ്ട് അവരെല്ലാം മിലിറ്ററി കയറി. ബാക്കിയെല്ലാം മിലിറ്ററി കയറിയെങ്കിൽ നോർമലി ഇവനെ മിലിറ്ററി വിടേണ്ടതാണ്. എന്തുകൊണ്ടാണ് വിടാൻ? അവനുള്ള വലിപ്പം കാണത്തില്ല. ഈ 8 മക്കളെ ഒരുമിച്ച് നിർത്തുമ്പം അപ്പൻ ചിന്തിച്ചു, വരുന്നത് ന്യായാധിപതിയാണ്, ശൗമേല, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പ്രസിഡൻ്റാണ് വരുന്നത് രാജ്യത്തിൻ്റെ. മക്കൾ എത്ര പേരുണ്ട്? 8 പേര്. അത് കാണട്ടെ. അപ്പോൾ ഈ ഒരുത്തനെ കണ്ടപ്പം പെട്ടെന്നൊരു ചിന്ത, എടാ ഇവൻ ഈ കൂട്ടത്തിൽപ്പെട്ടാണോ? അപ്പനും അമ്മയ്ക്കും ഒരു നാണം കേട്. ഇവനോട് കണ്ടാ നീ ഒരു കാര്യം ചെയ്, നീ അങ്ങ് കാട്ടിപ്പോ. വീട്ടിൽ വലിയ ഫംഗ്ഷൻ നടക്കുക, ഒന്ന് ഓർത്ത് നോക്കണം. പ്രസിഡന്റ് വേണ്ട, MLA നമ്മുടെ വീട്ടിലോട്ട് വരിക എന്ന് കരുതുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഉന്നതമായ മനുഷ്യൻ വരികയാണെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും പിള്ളേരെ മാറ്റി നിർത്തൂ, എല്ലാവരെയും കൊണ്ട് പ്രസൻറ്റ് ചെയ്യും. പക്ഷെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ ഓൾറെഡി അറിവ് കിട്ടി, പക്ഷെ ദാവീദ് ഇപ്പോൾ ഇവിടെ കാട്ടില്ല. അവർ ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ, ഈ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇവനെ നിർത്താൻ പറ്റത്തില്ല. ഈ പിള്ളേരെല്ലാം ഇത്ര തടിമുടക്കോടെ കാര്യം നടക്കുന്നു. അവർ പലരും നല്ല ജോലിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇവനെ കൂട്ടത്തിൽ നിർത്തിയാൽ ഞങ്ങൾക്ക് നാണം കേട. ഇവനെ മാറ്റി നിർത്തി. ഇവൻ കാട്ടിലലയുക, ആടിനെ തീറ്റിക്കൊണ്ട് നടക്കുക. ഞാൻ വേഗത്തിൽ ആ ചരിത്രം പറഞ്ഞു മുന്നോട്ട് പോക്കോട്ടെ. ഈ കാട്ടിലലയുന്ന ദാവീദിന് തനിക്കൊരു കാര്യം അറിയാം, വീട്ടിൽ വന്നാൽ ചേട്ടന്മാരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിൽ ഞാൻ ഒന്നുമല്ല. മാസാമാസം ഗവൺമെന്റ് സാലറിയും വാങ്ങിക്കൊണ്ടുവരുന്ന എൻ്റെ ചേട്ടന്മാർ അപ്പനും അമ്മയ്ക്കും പ്രീതിയുള്ളവരായി മാറിയപ്പോൾ കാട്ടിൽ ആടിനെ തീറ്റുന്ന ഞാൻ ഒരു വേലക്കാരനെ പോലെ മാത്രം കഴിയുന്നു. എൻ്റെ വാക്ക് കേൾക്കാൻ അപ്പനും അമ്മയും പോലുമില്ല. 27-ാം സങ്കീർത്തനത്തിൽ താൻ പറയുന്ന ഒരു പ്രത്യേക പദം നമുക്കറിയാമല്ലോ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ച്. എനിക്കാരുമില്ല, എനിക്ക് പറവാൻ, എൻ്റെ വേദന കേൾക്കാൻ, എൻ്റെ സങ്കടം പറവാൻ എനിക്കാരുമില്ല. ദൈവമക്കളെ, ഞാനൊരു ദൂതടയ്ക്ക് പറഞ്ഞോട്ടെ, നിനക്ക് കേൾക്കാൻ ആരുമില്ലെങ്കിൽ നീ സന്തോഷിച്ചോണം. ഒരു സ്വർഗീയ പിതാവ് നിന്റെ വേദന കേൾക്കാനുണ്ട്. ഓ കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. മറ്റു മനുഷ്യനോട് പറയുന്നതിനേക്കാൾ ഉപരി നിന്റെ വേദനകൾ കേൾക്കാനും പരിഹാരം തരാനും നിന്നെ സ്വാന്തനിപ്പിക്കുവാനും ആശ്വസിപ്പിക്കാനും കഴിയുന്ന ഒരു പിതാവ് എനിക്കുണ്ട്. ചില അകറ്റലുകൾ എൻ്റെ ദൈവത്തോട് അടുക്കാൻ എനിക്ക് മുഖാന്തരമാകുന്നെങ്കിൽ ദൈവമേ, ഞാൻ അതിന് സ്തോത്രം ചെയ്യുന്നു. കൃപ, ദൈവകൃപ. എവിടുന്നെങ്കിലും നമ്മളെ അകറ്റി നിർത്തുന്നെങ്കിൽ, ഒഴിച്ചു നിർത്തുന്നെങ്കിൽ, ദൈവമക്കളെ ഒരു കാര്യം തീരുമാനിച്ചോ, എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ളൊരു വഴിയാണ്. യെസ്, ഹല്ലേലൂയ. എനിക്ക് ദൈവത്തോട് അടുക്കാൻ, ദൈവകൃപ അനുഭവിപ്പാൻ, എന്നെ ഈ ലോകത്തിൽ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ചിലരെന്നെ അകറ്റി നിർത്തി. പക്ഷെങ്കിൽ അതെനിക്ക് ദൈവത്തോട് അടുക്കാനൊരു വഴിയായി തീർന്നു. കൃപ, ദൈവകൃപ. 7 എണ്ണത്തിനെ നിർത്തിയിട്ടും ഇവരാരുമല്ലെന്ന് ദൈവം ശൗമേൽ പ്രവാചകന്റെ ഉള്ളിൽ കൊടുത്തപ്പോൾ താൻ ചോദിക്കുന്നൊരു ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. നിനക്കിനിയും മക്കൾ വല്ലതുമുണ്ടോ? നോർമൽ കേസിൽ അങ്ങനത്തെ ഒരു ചോദ്യം വരേണ്ടതല്ല. 7 മക്കളെ കൊണ്ട് നിർത്തി. ഈ 7 മക്കളെ ഉള്ളെന്ന ശൗമേൽ പ്രവാചകൻ ധരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ആ ഉള്ളിൽ, തൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇവരെ ആരെയും നീ അഭിഷേകം ചെയ്യരുത്. ഒരു വാക്യം ഒന്നെടുക്കാം. ശൗമേലിൻ്റെ പുസ്തകത്തിൽ ഒരു പ്രത്യേക പദം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ വായിക്കുന്ന വാചകം, പ്രൈസ് ഗോഡ്, സ്തോത്രം. നമുക്കതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട് 14-ൽ
അവിടെ ശൗമേൽ പ്രവാചകനെ ദൈവം പറഞ്ഞു വിടുന്നു. 16 വന്നത് 16 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചേ. അനന്തരം യഹോവ ശമൂവേലിനോട്, ആ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ ശമൂവേലിനെ തള്ളി നടന്നിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലെഹേമിലെ യിസ്രായേലിന്റെ അടുക്കലേക്ക് അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. അവന്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ 7 പേരെ മുന്നിൽ കൊണ്ട് നിർത്തി. ദൈവം പറഞ്ഞു ഇവരാരുമല്ല. അങ്ങനെയെങ്കിൽ ശൗമേൽ പ്രവാചകൻ പോകാൻ തയ്യാറായില്ല. ദൈവം തന്നോട് വ്യക്തമായി പറഞ്ഞൊരു വാക്കുണ്ട്, ആ ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തനിക്ക് മനസ്സിലായി ഇനി ഏതോ ഒരെണ്ണം കൂടെ ഉണ്ട്. തന്നോട് ചോദിക്കുന്ന ചോദ്യം, മക്കളെല്ലാവരും ആയോ? മറുപടി വളരെ ശ്രദ്ധേയമാ, ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാടിനെ തീറ്റുന്നു, അവനെ കൊള്ളത്തില്ല. ഈ 7 എണ്ണത്തിനെ കൊള്ളത്തില്ലെങ്കിൽ ഒരിക്കലും അവനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയിടത്ത് എങ്ങനെ ദാവീദ് ഉയർത്തപ്പെട്ടു? ആ വാക്ക് ഞാൻ ഒറ്റ വാക്കിൽ വീണ്ടും ആവർത്തിച്ചോട്ടെ. ദൈവത്തോട് അടുത്തിരുന്നത് കൊണ്ടാ ദാവീദ് നീ ഉയർന്നത്. ഈ പകൽ ആത്മാവിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ ദൈവത്തോടൊന്ന് അടുത്തിരിക്കാമോ? ഓ ഹല്ലേലൂയ. പലരും നിന്നെ എഴുതി തള്ളുന്നുണ്ട്. പലരുടെയും മുമ്പിൽ നീ വിലയില്ലാത്ത വ്യക്തി എന്ന് തോന്നുന്നുണ്ട്. നിന്നെ എന്തിനു കൊള്ളാമെന്ന് പറയുന്നവരുടെ മുമ്പിൽ നീ അവരൊക്കെ മറുപടി പറഞ്ഞ് നിന്റെ കഴിവോ സാമർഥ്യമോ തെളിയിക്കാൻ പോകണ്ട. പകരം നീ ദൈവത്തോടൊന്ന് അടുത്തിരിക്കാമോ? നിന്നെ ഉയർത്തുന്നൊരു സമയമുണ്ട്. നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ തന്നെ നിന്റെ തലമേൽ അഭിഷേകം ഒഴിച്ച് നിന്നെ മാനിക്കുന്ന ഒരു അവസരമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്, കർത്താവെ അടുത്തിരിക്കുന്നതാ നല്ലത്, ദൈവത്തോട് അടുത്തിരിക്കുന്നതാ നല്ലത്. ഞാൻ സ്തുതിക്കുന്നുണ്ട്, എന്നാൽ സ്തുതിക്കുന്ന ഞാൻ അടുത്തിരുന്നാൽ എന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. നിന്റെ കഴിവ് തെളിയിക്കാൻ ഒന്നും നീ പോകണ്ട. പകരം നീ ദൈവത്തോട് അടുത്തിരുന്നാൽ മതി. നിന്നെ ഉയർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അഭ്യാസങ്ങളൊന്നും നമ്മൾ കാണിക്കാൻ പോകണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എത്ര കാണിച്ചാലും ഒരു പരിധിക്ക് അപ്പുറം ഒന്നും നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. ദൈവത്തോട് അങ്ങ് അടുത്താൽ മതി. സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക, ദൈവത്തോട് അടുത്തിരിക്കുക. ദൈവം റൈറ്റ് ടൈമിൽ നമ്മളെ ഉയർത്തിക്കോളും. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 73 സങ്കീർത്തനം ഒരു വാക്യം കൂടെ ഒന്ന് ഓർപ്പിക്കാം. ആ ലാസ്റ്റ് വേഴ്സ്, 73 അവസാനത്തെ വാക്യം. ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിലൂടെ വാക്യം ഒന്ന് വായിച്ചോളാം. But it is good for me to draw near to God. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. മറുവശം പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ചേക്കാം. ആ വാക്യത്തെ തിരിച്ചൊന്ന് ചിന്തിച്ചേ. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. തിരിച്ച് ചിന്തിച്ചാൽ ദൈവത്തോട് അകന്നിരിക്കുന്നത് എനിക്ക് നല്ലതല്ല. അപ്പോൾ ഏതാ ചെയ്യണ്ടേ? നല്ലതങ്ങ് ചെയ്യും. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, ദൈവത്തോട് അകന്നിരിക്കുന്നത് നല്ലതല്ല. നമുക്ക് ദൈവത്തോട് അടുത്തിരിക്കാം. നമുക്ക് പറയാം, കർത്താവേ അങ്ങയോട് അടുത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ദൈവത്തോട് അടുത്തിരിക്കാനുള്ള കൃപ തരണമേ. ഞാൻ എൻ്റെ മക്കൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്തൃകരങ്ങൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്താണ്. ഭൂമിയിലുള്ളതൊക്കെ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗത്തിൽ ദൈവത്തിന് സ്തുതി ഇടതടവില്ലാതെ ലഭിക്കുന്നു. ഈ ഭൂമിയിൽ എന്നെ ആക്കിയത് ദൈവം എന്നെ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ സ്തുതിക്കാൻ ബാധ്യസ്ഥൻ. യേശുവിൻ്റെ നാമം സകല നാമത്തിനും മീതെ ഉയർന്നിരിക്കുന്നത് കൊണ്ട് ആ നാമത്തെ സ്തുതിപ്പാൻ ഞാൻ അഭിമാനിക്കുന്നു. ഈ സ്തുതിക്കുന്ന ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തിയാകണം. തൻ്റെ ദൈവമായ യഹോവയോട് അടുത്തിരിക്കുന്ന ജനം, ദൈവത്തോട് അടുത്തിരിക്കുന്ന അനുഭവം കർത്താവെ എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോഹ കുടുംബമായി രക്ഷപ്പെട്ടത് ദൈവത്തോട് അടുത്തത് കൊണ്ട്, ജോസഫ് ഉയർത്തപ്പെട്ടത് ദൈവത്തോട് അടുത്തത് കൊണ്ട്, ദാവീദ് രാജസിംഹാസനത്തിലെത്തിയത് ദൈവത്തോട് അടുത്തിരുന്നത് കൊണ്ട്. ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ അതൊക്കെ ദൈവത്തോടൊന്ന് അടുത്തിരിപ്പാനുള്ള കൃപ തരണമേ. ആത്മാർത്ഥമായ ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിക്കാമോ? സഭയായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയായി ഞങ്ങൾക്ക് ദൈവത്തോട് അടുത്തിരിക്കണം, വ്യക്തിപരമായി, കുടുംബമായി. അപ്പോൾ തന്നെ ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു, ദൈവം നോക്കുമ്പോൾ ദൈവസഭ ദൈവത്തോട് അടുത്തിരിക്കുന്ന കാഴ്ച കണ്ടാൽ ദൈവത്തിന് മാനിക്കാതിരിക്കാൻ കഴിയത്തില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ സഭയായി ദൈവത്തോട് അടുത്തിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം കർത്താവേ. അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കിങ്ങനെ പറയാം, കർത്താവേ, ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാ. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത് നല്ലതല്ല. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഓർത്തോണം, പിശാചിനോട് ഞാൻ അടുക്കുക, അവൻ്റെ കയ്യിലെ കളിപ്പാവയായി ഞാൻ മാറാൻ പോവുകയാണ്. നമുക്കതുകൊണ്ട് പറയാം, കർത്താവേ, ഇല്ല, എനിക്ക് അങ്ങയോട് അടുത്തിരുന്നാൽ മതി, അതാണ് എനിക്ക് നല്ലത്. ആ നല്ലത് എൻ്റെ ജീവിതത്തിൽ സംഭവിപ്പാൻ എന്നെ ഒരുക്കണമേ. ആ സമർപ്പണത്തോട് കർത്തൃപാദപ്പെടുത്തലായിരിക്കാം ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ അവസാനം കൊടുക്കട്ടെ. ദൈവം ഇവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്.